അസ്സലാം. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പ്രിയരെ, ലോകമെമ്പാടും സന്തോഷിക്കുന്ന ഈ സുന്ദര നിമിഷത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഈ കഥയുടെ പേര് വിസ്മയം തീർത്ത കാരുണ്യം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. മക്ക നഗരം വിജനമാണ്. മനസ്സിനെ കുളിരണിക്കുന്ന കാഴ്ച ഓരോ മഴത്തനും കൊതിച്ചു പോകുന്നു. ആ ഒരു സ്പർശം എന്നിലായിരുന്നുവെങ്കിലെന്ന്. ആ കാഴ്ച മറ്റാരുടേതുമല്ല, ലോകാന്റഹി തിരുനബിയുടേതായിരുന്നു. മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുകയാണ് തിരുനബി. അല്പം കാടുകൾ നിറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഒരു ഏങ്ങിക്കരച്ചിലിന്റെ ശബ്ദം. തങ്ങൾ ചുറ്റും നോക്കി. അപ്പോഴൊരാ ഒരു മലമേടൻ കിടന്നുറങ്ങുന്നു. തന്റെ അരികിൽ വലയിൽ അകപ്പെട്ട ഒരു മാൻപേട നിബിധങ്ങളെ കണ്ടതോടെ കരച്ചിലിന്റെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് മാൻ നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ പ്രസവിച്ചിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. മക്കൾക്ക് ഭക്ഷണം തേടി വന്നതാണ്. തങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയാലും. ഉടനെ തന്നെ നിബിധങ്ങൾ മലമേടനോട് പറഞ്ഞു, ഈ മാനിനെ അഴിച്ചുവിടും. അതതിന്റെ കുട്ടികൾക്ക് പാലൂട്ടി തിരിച്ചു വരും. മലമേടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഈ മാൻ തിരിച്ചു വരുമെന്നോ? നിങ്ങളെന്ത് വെടിത്തരമാണ് പറയുന്നത്? മലമേടൻ ഒന്ന് ആലോചിച്ചതിന് ശേഷം വീണ്ടും ചോദിച്ചു, ശരി, അതിന് നിങ്ങൾ ജാമ്യം നിൽക്കുമോ? നിബിധങ്ങൾ പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കാം. അപ്പോൾ മലമേടൻ പറഞ്ഞു, ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ അതിനു പകരമായി നിന്നെ ഞാൻ അറുത്തുകളയും. നിബിധങ്ങൾ പറഞ്ഞു, താങ്കൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉടനെ തന്നെ ആ മലമേടൻ ആ മാനിനെ അഴിച്ചു വിട്ടു. മാൻ ഓടി കളഞ്ഞു. പറഞ്ഞ സമയം കഴിയാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. മലമേടന്റെ കട്ടാര പുന്നാര നിബിധങ്ങളുടെ കഴുത്തിലേക്ക് നീണ്ടു. അപ്പോൾ അതാ പൊടിപടലങ്ങൾ പറത്തി ആ മാൻപേട എത്തിക്കഴിഞ്ഞു. മലമേടൻ അമ്പരന്നുപോയി. ഇതെന്തൊരു അത്ഭുതമാണ്! മലമേടൻ നിബിധങ്ങളോട് ചോദിച്ചു, താങ്കൾ ആരാണ്? നിബിധങ്ങൾ പറഞ്ഞു, ഞാനാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ തന്നെ മലമേടൻ ഇസ്ലാം മതം സ്വീകരിക്കുകയും ആ മാനിനെ അഴിച്ചുവിടുകയും ചെയ്തു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ ഇവിടെ ചേർത്തുന്നു. അസ്സലാമു അലൈക്കും.